സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇ.ഡി. രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന റെയ്ഡിന്റെ വിശദാംശങ്ങൾ ഇ.ഡി. പുറത്തുവിട്ടു. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിലാണ് ഇ.ഡിയുടെ റെയ്ഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പല ഉന്നതരും മുൻ ഭരണസമിതി അംഗങ്ങളും ഇ.ഡി. വലയിൽ കുടുങ്ങുമെന്നാണ് റിപ്പോർട്ട്. സ്വർണ്ണക്കൊള്ളയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇ.ഡിയുടെ അന്വേഷണം. ശബരിമലയിലേക്ക് എത്തുന്ന സംഭാവന കൈകാര്യം ചെയ്യുന്നതിലും ക്രമക്കേടുണ്ടെന്നാണ് ഇ.ഡി. പറയുന്നത്. ദേവസ്വം ബോർഡിന്റെ ധനവിനിയോഗത്തിലടക്കം ക്രമക്കേടുകളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഴത്തിലുള്ള അന്വേഷണം ഉണ്ടാകും. ഇതിനർത്ഥം മുൻ ഭരണസമിതികളുടെ എല്ലാം ഇടപാടുകൾ അന്വേഷണ പരിധിയിൽ വരും. മാത്രമല്ല, ശബരിമലയിൽ നടന്ന മുൻ സ്പോൺസർഷിപ്പുകൾ ഇ.ഡി. അന്വേഷിക്കും. അങ്ങനെയെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന പല കാര്യങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമാക്കും. പല പ്രമുഖരിലേക്കും അന്വേഷണം നീളുമെന്നാണ് ഇ.ഡിയുടെ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. നിലവിൽ കേരളം, തമിഴ്നാട്, കർണാടക അടക്കം 3 സംസ്ഥാനങ്ങളിലായി 21 കേന്ദ്രങ്ങളാണ് റെയ്ഡ് നടക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായ എ. പത്മകുമാർ, മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, എൻ. വാസു എന്നിവരുടെ വീട്, മുൻ തിരുവാഭരണം കമ്മീഷണർ കെ.എസ്. ബൈജുവിന്റെ വീട്, ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറി, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ്, സ്മാർട്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനം തുടങ്ങിയ ഇടങ്ങളിലായാണ് റെയ്ഡ് നടക്കുന്നത്. പരിശോധനകൾക്കായി ഇ.ഡി. സംഘം വെഞ്ഞാറമൂട്ടിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സഹോദരിയുടെയും വീട്ടിലെത്തിയെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് അടച്ചിട്ട നിലയിലായിരുന്നു. വഴിപാടുകളുടെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ, സംഭാവനകളുടെ പേരിൽ, സ്പോൺസർഷിപ്പിന്റെ പേരിൽ അങ്ങനെ നിരവധി ക്രമക്കേടുകൾ വർഷങ്ങളായി നടക്കുന്നുവെന്നാണ് ഇ.ഡി. കരുതുന്നത്. ഇതെല്ലാം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇ.ഡി. നടത്താൻ പോകുന്നത്.